ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മറ്റാരും ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ലാത്ത ഒരു വീഡിയോ ആണ്. ഇന്നത്തെ ഒരു ചലഞ്ച് വീഡിയോ ആണ്. ഇത് ആരാണെന്ന് ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. ഇതെന്റെ കെട്ടിയോൻ, ഇതെന്റെ അനിയനാണ്. ഇന്നത്തെ ചലഞ്ച് എന്ന് വെച്ചാൽ ഹൂ നോസ് മീ ബെറ്റർ. ഹൂ നോസ് മീ ബെറ്റർ. ആർക്കാണ് എന്നെ കൂടുതൽ അറിയാവുന്നത്, നമുക്കത് ഇന്നറിയാം. ഓക്കെ, ചേട്ടൻ എന്റെ കൂടെ കൂടിയിട്ട് കുറച്ച് വർഷമേ ആയുള്ളൂ. പക്ഷെ ഇവൻ എന്നെ ജനിച്ചത് മുതൽ കാണുവാണ്. അപ്പൊ നമുക്ക് ആർക്കാണ് കൂടുതൽ എന്നെ അറിയാവുന്നതെന്ന് നമുക്ക് ഇന്നറിയാം. അപ്പൊ ഞാൻ റൂൾസ് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോ ഡയറി ഓരോ തരും. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ അത് ആൻസർ ചെയ്യണം. വിളിച്ച് പറയരുത്, ഓ എനിക്കറിയാം മറ്റേതല്ലേ ഒന്നും പറഞ്ഞ് വിളിച്ച് പറയരുത്. അപ്പൊ ഒരാള് രണ്ടുപേരും എഴുതുകയാണെങ്കിൽ ഓക്കെ, രണ്ടുപേർക്കും പോയിന്റ് ഉണ്ട്. ഒരാൾ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റ് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മള് നാരങ്ങയാണ്, നാരങ്ങ നമുക്ക് കഴിക്കണം. അപ്പൊ റൂൾസ് ഒക്കെ മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? അപ്പൊ തുടങ്ങാലോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വിളിച്ച് പോവരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെരി 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 സിമ്പിൾ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. ഇതൊക്കെ എന്ത്? എന്നെ കാണിക്കും. മോഹഭംഗ മനസ്സിലെ ചാപ പങ്കില നടകളിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ കെട്ടിയോൻ എന്റെ ജനന തീയതി പോലെ എന്റെ ആദ്യത്തെ ഫോൺ, എന്റെ ആദ്യത്തെ ഫോൺ എന്റെ ആൻഡ്രോയിഡ് ഫോൺ, ടച്ച് ഫോൺ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കൊല്ലുമാ. കോളേജിൽ എന്തോ പഠിച്ചപ്പോഴാണ് അപ്പൊ കൊണ്ടുപോകും. കോളേജിൽ അല്ല, അതിന് എല്ലാവരും കണ്ടുപിടിച്ച് മറ്റേ ഈ ടിവിയും ഫോൺ ഉണ്ടാകുന്ന ചോദിക്കേ. എനിക്ക് എത്രയാ പ്ലസ്? എന്റെ കല്യാണത്തിന് ശേഷം എനിക്ക് ആദ്യം സാധിച്ച ആഗ്രഹം, കല്യാണം കഴിഞ്ഞപ്പം എനിക്കൊരു ആഗ്രഹം സാധിച്ചു തന്നു. അപ്പൊ ആ ആഗ്രഹം എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെനിക്ക് സാധിച്ചു. ഓ ദൈവമേ, ഇത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ പണി ഉണ്ടാക്കി വെച്ച പോലെയാണോ?
നാളെ ഏതാണ്? അയ്യഞ്ചു മഞ്ചു മുടച്ചു മൂന്ന് കൊഞ്ചു മതി ഐകുഞ്ചനേഴുന്നു നാദഹരി നാരായണ. ചന്ദ്രനിൽ ചോതി. സംസാരിച്ചിരിക്കണേ അത് ഞാൻ പറഞ്ഞിട്ടില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് 2 അക്കം. ഫോൺ നമ്പറിന്റെ രണ്ടും ബ്രോ, രണ്ടും കഴിച്ചോളൂ. 6-1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1ാം ക്ലാസ് മുതൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയം വരെയും എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്, ഒരൊറ്റ ഫ്രണ്ടിന്റെ പേര്. അവള് 1ാം ക്ലാസ് മുതലേ എന്റെ കൂടെ ഉണ്ടായിരുന്നു, വർക്ക് ചെയ്തപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ അമൃത ഇത് കാണുന്നുണ്ടോ? അല്ലത് അറിയുന്നുണ്ടോ? ഞാൻ എനിക്ക് വേണ്ടി ഇവിടെ സ്കൂൾ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു, ഭയങ്കര ആരാധന ഉണ്ടായിരുന്ന 2 നടന്മാരെ പേര്. 2 നടന്മാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഒരു ഫോട്ടോ ഇങ്ങനെ ഒട്ടിച്ച് എല്ലാ ബുക്കിലൊക്കെ ഒട്ടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അവരെ എന്റെ ഫ്രണ്ട് പേജ് അവരെ ഫോട്ടോ ഉള്ളതേ ഞാൻ വാങ്ങുള്ളായിരുന്നു. കഴിഞ്ഞോ? അതാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ 2 പേരും എനിക്ക് ഇഷ്ടം. നീ അല്ലു അർജുനും സൂര്യയായിരുന്നു എനിക്കിഷ്ടം. വിജയിക്കും പോട്ടെ. പിന്നെ എനിക്ക് കൃത്യറോഷന്റെ കണ്ണൊക്കെ ഇഷ്ടമാണ്, പിന്നെ ആരാധനയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്, വീട്ടിലെ ഫുഡല്ല, പുറത്ത് പോയി കഴിക്കുന്ന ഫുഡ്. പുറത്ത് പോയി കഴിക്കുന്ന എന്തോ മറ്റേ കടിയാണോ? കടിയല്ല, നമ്മൾ വയറും കുറച്ച് കഴിക്കും. കടിയും കൂടിയല്ല. എന്താണ്? പൊറോട്ട. എനിക്ക് ഏറ്റവും കൂടുതൽ പോണം എന്ന ആഗ്രഹമുള്ള സ്ഥലം. എനിക്ക് പോകാൻ കൂടുതൽ ആഗ്രഹമുള്ള സ്ഥലം. അല്ല, നീ ഇതുവരെ പോയിട്ടുണ്ടോ അവിടെ? ഇല്ലല്ലോ. ഇല്ല. എന്നാ പിന്നെ ഞാൻ വീണ്ടും ആഗ്രഹിക്കോ? പോയാ മതി. ഓക്കെ, ബിനീഷിനെ കാണാം. അല്ലേ എവിടെ പറ. ഞാൻ ഇത് പറയാറുണ്ട്, പക്ഷെ എന്റെ മനസ്സിലുള്ള ഉത്തരവല്ല ചേട്ടൻ എഴുതിയ താജ്മഹൽ എന്നാണ്. താജ്മഹൽ പോകണം ഞാൻ പറയും, പക്ഷെ എനിക്ക് അതല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാനൽ പറയും കാശ്മീരിൽ പോകണം, എനിക്ക് അവിടെ പോയി മഞ്ഞിങ്ങനെ വാരി എറിഞ്ഞ റീൽ എടുക്കണമെന്നൊക്കെ ഞാൻ എപ്പോഴും പറയും. കാശ്മീരാണ് താജ്മഹൽ ഞാൻ പറയും, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എണ്ണപ്പലഹാരം. എന്തായാലും എഴുതും, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ കൂടെ ബിനീഷ് പറയാം. കേട്ടായി ബിനീഷ് എഴുതിക്കാണ്. ഉള്ളിവട. ഉള്ളിവട ഇഷ്ടം തന്നെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് ബിനീഷ്? ഉള്ളിവട. അതിന്റെ കഥ പറഞ്ഞു. 10ാം ക്ലാസ്സിൽ ജയിച്ച് എന്തോ വേണമെന്ന് പപ്പോടി ചോദിച്ചപ്പോൾ പറഞ്ഞ ഉഴുന്ന് കട എന്നുവെച്ചാൽ വേറെ ഒന്നുമില്ല. എന്നുവെച്ചാൽ എല്ലാരും ബിരിയാണി വേണം, അങ്ങനെ കൂടിയ സാധനങ്ങളൊക്കെ പറയും എന്നാണ്. അപ്പം വേണം ഇതൊക്കെ പറയണം. അപ്പോഴും ഞാൻ പറഞ്ഞു ഉഴുന്നുവട വേണം. അങ്ങനെ എന്നെ എപ്പോഴും കളിയാക്കുമായിരുന്നു.
അതൊരു പണ്ടിനെ കൊണ്ടുപോകാൻ ഓ അന്ന് വീട്ടിൽ വന്ന് എല്ലാവർക്കും കൊടുത്ത് ഇല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മിക്കവാറും ഇത് ഞാൻ തന്നെ കഴിക്കും. ഇതോടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ 1ാം ക്ലാസ് മുതൽ കുറച്ച് പഠിച്ചല്ലോ. എവിടെയൊക്കെ പഠിച്ചു? ഞാൻ ഇതുവരെ പഠിച്ച സ്കൂള്, കോളേജ്, അങ്ങനെ ഓ ഓ ഓ എല്ലായിടത്തും നീ എന്നോട് ഞാൻ ready താവരവാ. എന്നെ പുതിയ സ്കൂളിൽ ചേർത്തു ചേട്ടാ. ഞാൻ പഠിക്കുന്ന സ്കൂളൊക്കെ ഞാൻ പഠിച്ച സ്കൂളായിരുന്നു ചേട്ടാ, വിട്ടുപോകുള്ളൂ. പുതിയ സ്കൂളൊക്കെ സ്കൂളിൽ പഠിച്ച് ബിനീഷ് കോൺവെന്റ് ജാബീസ്, വീണ്ടും കോൺവെന്റ്, ഓലത്താമി, ഗോകുലം മെഡിക്കൽ കോളേജ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നോ? കൊള്ളായിരുന്നോ? പറ ചേട്ടാ പറ. എനിക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടെന്ന് കർഷകർക്ക് കണക്കുണ്ടല്ലോ. 5 എന്ന് പറഞ്ഞത് 6 ആയിപ്പോയി. ആ സംഭവം ഞാൻ പറഞ്ഞത് ഫാൻ എങ്ങനെയായിരുന്നു കൈ 1 2 3 4 6 വെട്ടി. ഇന്നത്തെ ഈ ചലഞ്ചിലെ വിജയ് ക്യാഷ് പ്രൈസ് വേണ്ടേ? പക്ഷെ ഒന്നും തരില്ല. ഇത്രയും നിനക്കുള്ള സമ്മാനം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതുപോലുള്ള വീഡിയോസ് വേണോ എന്നുള്ളത് കൂടെ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഡിയേഴ്സ്. ടീമിൽ